ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചീമച്ചക്ക വെച്ചിട്ട് ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അതിനെ എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ എടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഇപ്പം ഏകദേശം മൂത്ത്, അതിലേക്ക് നമുക്ക് കറുവപ്പട്ടയും കുറച്ച് ഒരു ഏലക്കായും ഗ്രാമ്പും എല്ലാം കൂടെ, കുറച്ച് കുരുമുളകെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് ഇന്ന് പാചകമൊക്കെ. നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതിട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ വഴങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീമച്ചക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് പെരിഞ്ചീരം കൂടെ ചേർത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീമച്ചക്ക ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി രുചിയിൽ നമ്മുടെ ചീമച്ചക്ക ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.